ഈ അക്വാപോണിക്സ് എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റൈനിങ് യൂണിറ്റ് ആണ്. ബേസിക്കലി അതിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അടിയിലത്തെ ടാങ്കിൽ ഫിഷസ് ഉണ്ട്. ആ ഫിഷസിന്റെ എക്സ്ക്രീഷൻ മേളിലോട്ട് പമ്പ് ചെയ്ത് ഗ്രാവൽ ബെഡാണ്. അപ്പോൾ അതിൽ പ്ലാന്റ്സ് അതിൻ്റെ ഫെർട്ടിലൈസർ ഡയറക്റ്റ് ആയിട്ടും കിടക്കുന്നു. അപ്പോൾ ലിക്വിഡ് ഫോമിൽ കിട്ടുന്നത് കൊണ്ടും എപ്പോഴും അത് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പ്ലാന്റ്സിന് ഭയങ്കര ഗ്രോത്ത് റേറ്റും നല്ല ഈൽഡും ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലാണ്. എൻ്റെ പേര് റോഷിത് എന്നാണ്. ഞാൻ ഈ അക്വാപോണിക്സ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടിപ്പം 3 മാസമായി. ഓൺലൈൻ അക്വാപോണിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴേ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ ബയോടെക്കിൻ്റെ യൂണിറ്റാണ് എടുത്തത്. ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ടെറസിൽ വളരെ ഈസി ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു യൂണിറ്റാണ്. എനിക്കുണ്ടായിരുന്ന ഒരു പേടി എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസോ കോസ്റ്റോ കൂടുതലായിരിക്കും എന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു. ഇനിഷ്യൽ ആ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, മീനിന് കൊടുക്കുന്ന ഫുഡ്, പിന്നെ ചെടികൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ വെർച്വലി അത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഇന്ന് രാവിലെ മീനിന് ഫുഡ് കൊടുക്കുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനും വൈഫും പുറത്ത് ജോലിക്ക് പോകും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഫുൾ ടൈം ഇതിൻ്റെ പുറകെ നിന്ന് നോക്കാനോ അങ്ങനത്തെ ഒരു സമയമില്ല. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഒരു ചെറിയ ഫാമിലിക്ക് ഭയങ്കര ഒരു എഫക്റ്റീവ് സൊല്യൂഷനാണ്. ഈ അക്വാപോണിക്സ് എന്ന് പറയുന്നത് ഒരു സെൽഫ് സസ്റ്റൈനിങ് യൂണിറ്റ് ആണ്. ബേസിക്കലി അതിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അടിയിലത്തെ ടാങ്കിൽ ഫിഷസ് ഉണ്ട്. ആ ഫിഷസിന്റെ എക്സ്ക്രീഷൻ മേളിലോട്ട് പമ്പ് ചെയ്ത് ഗ്രാവൽ ബെഡാണ്. അപ്പോൾ അതിൽ പ്ലാന്റ്സ് അതിൻ്റെ ഫെർട്ടിലൈസർ ഡയറക്റ്റ് ആയിട്ടും കിടക്കുന്നു. അപ്പോൾ ലിക്വിഡ് ഫോമിൽ കിട്ടുന്നത് കൊണ്ടും എപ്പോഴും അത് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പ്ലാന്റ്സിന് ഭയങ്കര ഗ്രോത്ത് റേറ്റും നല്ല ഈൽഡും ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലാണ്. നമ്മൾ ആദ്യം ആ ഫിഷും ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി ഒരു ചെറിയ ഫാമിലിക്ക് വളരെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോൾ ഗാർഡനിങ്ങോ പ്ലാന്റ്സിനെ കുറിച്ച് അറിയണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ്. പ്ലാന്റ്സിന് നമ്മൾ തറയിൽ നടുമ്പോഴത്തേക്ക് അസുഖങ്ങൾ വരും, ഗ്രോത്ത് സ്റ്റണ്ടഡ് ആയിരിക്കും. ഇതിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. എനിക്കൊന്ന് ഞാൻ നട്ട് കഴിഞ്ഞ് 1 മാസത്തിൻ്റെ അകത്ത് തന്നെ എനിക്ക് മുളക്, പയർ, ചീര എല്ലാം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെസ്റ്റിസൈഡോ ഒന്നും ഇല്ലാത്ത ഫുഡ് നമുക്ക് ഓരോ ദിവസവും രാവിലെ ഇതിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച് നമുക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റും. ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ഐഡിയൽ യൂണിറ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ 4 പേരുള്ള ഒരു കുടുംബമാണ്. ഞങ്ങൾക്കുള്ള ഒരു നേരത്തേക്കുള്ള വീട്ടാവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ നിന്ന് കിട്ടും. ബയോടെക്കിൻ്റെ യൂണിറ്റ് ആണ് വെച്ചേക്കുന്നത്. ആക്ച്വലി ഞാനിതിൻ്റെ ഒരു മൊബൈലിലൊരു ക്ലിപ്പ് എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഫ്രണ്ട്സ് കാണാൻ വന്നിരുന്നു. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഈവൻ ഫ്ലാറ്റിൽ താമസിക്കുന്ന 2-3 ഫ്രണ്ട്സ് പോലും ഇത് വെക്കാനുള്ളൊരു പ്ലാനുണ്ട്. ബിക്കോസ് ഒന്നാമത് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പം അത് കാരണം എന്നും രാവിലെ നമ്മൾ എണീച്ച് വന്ന് ഫിഷിന് ഫുഡ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി പറിച്ചുകൊണ്ട് പോവുക, അത് നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ബയോടെക് നേരത്തെ എനിക്ക് അറിയാമെന്നുള്ളൊരു ഫേമാണ്. അപ്പം അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരൊരു ഇതുപോലത്തെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ബോധ്യമായി ഇത് എനിക്കും ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു യൂണിറ്റ് വാങ്ങിച്ചത്. ഇനി അടുത്തൊരു കുറച്ചുകൂടെ ഒരു വലിയ യൂണിറ്റ് ഉടനെ വാങ്ങിക്കാൻ പ്ലാനുണ്ട്, മെയിൻ ടെറസിൽ നടാൻ വേണ്ടി. ഫിഷിന് രാവിലെ ഫുഡ് കൊടുക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് അതിന് അങ്ങനെ മെയിൻ്റനൻസോ ഡേ ടു ഡേ കോസ്റ്റോ ഒന്നും ഇൻകർ ചെയ്യേണ്ടതിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഐഡിയൽ സിസ്റ്റമാണ് ഒരു വീട്ടിൽ ചെറിയൊരു ഫാമിലിക്ക്. മെഷർ ചെയ്ത് പച്ചക്കറി വയ്ക്കാം. ഇതിൻ്റെ അകത്ത് നടന്ന ഈ ഫിഷസിൻ്റെ ഗ്രോത്ത് റേറ്റും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എനിക്കൊന്നൊരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെയും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. വീട്ടിൽ മീൻ, നല്ല രുചിയുള്ള മീൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു യൂണിറ്റ്. More details available at www.biotech-india.org. Send your inquiries to mail@biotech@gmail.com.